ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, പിന്നെ റോഡിൽ നിന്ന് ടെറസിൽ നിന്നൊക്കെ ആള് നോക്കും, എന്നിട്ട് അവരോട് കണ്ടോ 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 എന്ന് പറഞ്ഞിട്ടാണ് കുളിക്കുന്നത്. ഒരു കഴിവല്ലേ അങ്ങനെ കുളിക്കുന്നത്, അല്ലേ? മറ്റുള്ളവരോട് കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞ് കുളിക്കണമെങ്കിൽ അതിലൊരു കഴിവില്ലേ? ഞാൻ നല്ലൊരു നാടൻ പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്, നല്ലൊരു നാട്ടിൻപുറം. മറ്റേ ഇതിൽ പറഞ്ഞിട്ടില്ലേ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധെന്ന്. അപ്പം ഈ ഫ്ലാറ്റിലൊന്നും ജീവിക്കുന്നവർക്ക് ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഏത് പറമ്പിൽ കുളിയാ, പിന്നെ റോഡിൽ കുളിയോ, ടെറസും വന്നെത്തി നോക്കുന്നുണ്ടോ? ഇതെന്ത് കുളി എന്താണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഈ കുളി ഒരു സ്പെഷ്യൽ കുളിയാണ് മക്കളെ. ഒരു നമ്മളെ വീഗാലാൻഡിൽ പോയൊരു തണുപ്പും ഒരു കുളിയൊക്കെയാണ്. ഇപ്പോൾ കേരളവും ലോകവും ഇന്ത്യയും എല്ലാം മൊത്തം കേരളവും ഇന്ത്യയും മൊത്തം ഭൂമി കറങ്ങി തിരിഞ്ഞ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എല്ലാം മൊത്തം ചർച്ച ശ്രീലുവിൻ്റെ കുളി. അപ്പം ഞാനെന്തിനാ കുളിക്കാതിരിക്കുന്നത്? ഏതായാലും ഇറങ്ങി, ഇനി കുളിച്ചിട്ട് തന്നെ കയറാം. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2-3 ദിവസമായിട്ട് ഒരു ശ്രീലു എന്ന് പറയുന്ന ഒരു സ്ത്രീ കുളിച്ചുകൊണ്ട് പ്രതിഷേധം ചെയ്യുന്നത് നമ്മൾ കണ്ട്. അവര് യൂട്യൂബിൽ വന്നിട്ട് കുളിച്ചിട്ട് പ്രതിഷേധം ചെയ്യുവാണ്. അവര് പറയുന്നുണ്ട്, ഇനി ഞാൻ എന്റെ അടുത്ത കുളി സെക്രട്ടേറിയറ്റിന് മുന്നിലായിരിക്കും എന്നും അവര് പറയുന്നുണ്ട്. ആ പ്രതിഷേധം എന്താണെന്നൊന്ന് അറിയണ്ടേ? കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ് ഇവര്. അവരുടെ ഒരു നഗ്ന വീഡിയോസ് ഇവരുടെ ആരുടെയോ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ അവിടെ ചുമലിൽ എഴുതി വെച്ച്, ഇവരുടെ നഗ്ന വീഡിയോസ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ചുമലിൽ ഇങ്ങനെ എഴുതി വെച്ച്. ഇതിനെതിരെ ഇവര് പരാതി കൊടുത്തു. CCTV ചെക്ക് ചെയ്തപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ആ എഴുതി വെച്ചത്, ചുമലിൽ എഴുതി വെച്ചത്, ഇവരുടെ വീഡിയോസ്, ഇവരുടെ നഗ്ന വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണെന്ന് മനസ്സിലായി. അങ്ങനെ അയാൾക്കെതിരെ ഇവര് കൊണ്ടുവന്ന് കേസ് കൊടുത്തു. പക്ഷെ ആ കേസ് കൊടുത്തിട്ടൊന്നും യാതൊരു പ്രയോജനവും കണ്ടില്ല. പിന്നെ ഇവരാണെങ്കിൽ അവരുടെ പ്രിൻസിപ്പാളിന്റെ റൂമിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെച്ച് അങ്ങനെ പ്രിൻസിപ്പൾ ഇയാളെ സസ്പെൻഡ് ചെയ്ത്, അതായത് ആ എഴുതിയ ആളിനെ സസ്പെൻഡ് ചെയ്ത്, കൂടാതെ ഇവരെ ഈ ശ്രീലു എന്ന് പറയുന്ന ഇവരെയും അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പൊ ഈ കുളി. അവർ പറയുന്നത്, ഇനി ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ വന്നിട്ട് കുളിക്കും, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്നിട്ട് കുളിക്കും എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഹലോ, ഹായ് എവരിബഡി. നിങ്ങളെന്താ വിചാരിച്ചത്? ശ്രീലത കുളി നിർത്തിയെന്നോ? ഒരിക്കലും ഈ കുളി നിൽക്കൂല. ഇന്ന് രാവിലെ കുറേ ആൾക്കാർക്ക് ഞാനൊരു മറുപടി ഇട്ടിട്ടുണ്ട്. മാന്യമായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. വെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചു കാണും ഇവിടെ പേടിച്ചിട്ടെല്ലാം നിർത്തിയെന്ന്. ഓരോ ദിവസത്തെ കുളി ഓരോരോ ആക്കാന്നല്ലോ. അപ്പം ഇപ്പോഴത്തെ കുളി ആയിരിക്കാമെന്നറിയോ? എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലികമായിട്ട് കയറിയിരിക്കുന്ന ഗുണ്ട, പിന്നെ രാജേഷ് KN പറയുന്നത് കേട്ടിട്ട്, പിന്നെ അവൻ്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് റബ്ബർ സീലായിട്ടിരിക്കുന്ന അവൻ്റെ പിന്നെ സീലായിട്ടിരിക്കുന്ന ഡയറക്ടർ എന്ന് പറയുന്ന അവനിട്ടിട്ടാണ് ഇന്നത്തെ കുളി. ഓരോ ദിവസത്തെ കുളിയും ഓരോരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നത്തെ കുളി ഈ നമ്മളെ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ട്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ, അയാളോടുള്ള പ്രതിഷേധത്തിന് ഇന്നത്തെ കുളി. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടുണ്ടോയെന്ന്? ഇല്ല, എന്നെ പിന്നെ കുളിച്ചു, നഗ്ന വീഡിയോ കാണിച്ചു.
ഒരു അധ്യാപികയായ ഇവര് ഈ രീതിയിലാണോ പ്രതിഷേധം തീർക്കുന്നത്? വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഇവർക്ക് ഈ ഒരു രീതി ചിന്തിക്കാൻ പോലും കഴിയത്തില്ല ഒരു മനുഷ്യന്. പക്ഷെ ഇവർക്ക് അങ്ങനെ ഈ ഒരു കോമാളി രീതിയിലാണ് അവര് പ്രതിഷേധം തീർക്കുന്നത്. അതല്ലെങ്കിൽ വേറെ സത്യാഗ്രഹം ഇരിക്കുക, മറ്റേത് മറിച്ചത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അവരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതിന് അതിന് കുളിച്ചിട്ടാണ് ഇവര് പ്രതിഷേധം. അതും അവര് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവിടെ അവരുടെ മുന്നിൽ പോയി ചെയ്യണം. ഇതിപ്പോ യൂട്യൂബിൽ വന്ന് പബ്ലിക്കിന്റെ മുന്നിലാണ് കുളിച്ചുകൊണ്ട് നിന്ന് ഇവര് പ്രതിഷേധം ചെയ്യുന്നത്. ശരിക്കും ഇവര് പഠിപ്പിക്കുന്ന ആ കുട്ടികളൊക്കെ എന്തായാലും ആ കുട്ടികൾ രക്ഷപ്പെട്ടെന്നേ പറയാനൊക്കത്തുള്ളൂ. എന്തായാലും ഇവരോടെ ചെയ്തതും തെറ്റ് തന്നെയാണ്. ഇവരുടെ നഗ്ന വീഡിയോസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ചുമലിൽ എഴുതി വെച്ചതും അത് അതിനപ്പുറത്തെ ഞാൻ ചെയ്ത പോക്രിത്തരം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവര് പറയുന്നുണ്ട്, ഇവര് കുറെ പേര് ഒളിച്ചും പാത്തും ഒക്കെ ഇവരെ കിട്ടുമോ എന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന്. ശരിക്കും അതിനുള്ള പ്രതിഷേധം എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. കുറച്ച് അല്പസ്വല്പം നോർമൽ അല്ലാത്ത രീതിയിലൊക്കെ ഇവര് പെരുമാറുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഒരു നോർമലായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ഈ പബ്ലിക്കിന്റെ മുന്നിൽ അത് കാണിക്കത്തില്ല. അപ്പൊ വീടുകളിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ അവരുടെ അടുത്തോ പോയിട്ടായിരിക്കും നമ്മൾ അതൊക്കെ എന്തെങ്കിലും പറയുകയോ എടുക്കുകയോ ചെയ്യേണ്ടത്. പക്ഷെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് യൂട്യൂബിൽ വന്നിട്ട് ഇതുപോലെ കുളി പ്രതിഷേധം കാണിച്ചിട്ട് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നോർമൽ അല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അവര് പറയാണ്, എന്റെ ഓരോ കുളിയും ഓരോരുത്തരോടുള്ള പ്രതിഷേധമാണ്. നഗ്നത എഴുതി വെച്ചവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഈ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഞാൻ ഇപ്പൊ കുളിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം കുളിച്ചത്. പിന്നെ അവര് പറയാണ്, ഞാൻ ഇനി ഒന്നുമില്ലാതെ കുളിക്കും, അതായത് നഗ്നമായിട്ട് ഞാൻ കുളിക്കും. ഈ തുണി എടുത്തിട്ടുള്ള ഈ കുളി പോലും നിങ്ങൾ അർഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം നിയമത്തെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഡ്രസ് ഇട്ടുകൊണ്ട് കുളിക്കുന്നത്. ഇനി ഞാൻ ഒന്നുമില്ലാതെ മുന്നിൽ വന്നിട്ട് കുളിക്കുമെന്നാണ് അവര് പറയുന്നത്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു, അവരുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫുള്ള് കുളി അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഫുള്ള്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും, ഇനി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ശരിക്കും ഒരു ടീച്ചറായ ഇവര് ഈ രീതി പെരുമാറിയത്, ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം തെരഞ്ഞെടുത്തത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. അവരുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ടുള്ള വിഷമം തട്ടിയിട്ടുണ്ട്, അതൊക്കെ. പക്ഷെ അവർ തെരഞ്ഞെടുത്ത ഈ ഒരു വഴി, ഈ ഒരു പ്രതിഷേധം അത് വളരെ മോശമായി പോയി. പിന്നെ അവർ പറയാണ്, മുഖ്യമന്ത്രിയുടെ മുന്നിലും പിന്നെ രാജേഷിന്റെ മുന്നിലും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറയുന്നുണ്ട്, അവരുടെയൊക്കെ മുന്നിൽ ഞാൻ പോയി കുളിക്കുമെന്ന്. ഈ രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് ആ എഴുതി വെച്ചത് എന്ന് തോന്നുന്നു. അയാളുടെ മുന്നിലും പോയി കുളിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും ഇവർക്ക് അങ്ങനെയൊക്കെ പ്രതിഷേധം തീർക്കണമെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ പോയിട്ട് കുളിക്കണമായിരുന്നു. അല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്നുണ്ട് യൂട്യൂബിനകത്ത് വന്നിരുന്ന് ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു അവസ്ഥ, ഇനി വരാൻ പോകുന്ന ഒരു അവസ്ഥ. അവർക്ക് ഇപ്പോഴും യാതൊരു കൂസലും ഒന്നും ഇല്ല കേട്ടോ. അവർക്ക് വരുന്ന കമന്റുകള് സത്യം പറഞ്ഞ, ഓ എന്റെ പൊന്നോ, ഇത്രയും നരമ്പന്മാരവിടെ കിടക്കുന്നെന്ന് അറിയത്തില്ല. ചിലരാണെങ്കിൽ അവർക്കെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരും ഉണ്ട്, ചിലരാണെങ്കിൽ ഇല്ല ആന്റി ലവർ എന്ന് പറയുമല്ലോ, ആ രീതിയിലുള്ള കുറെ കമന്റ്സുകളും അതിനകത്ത് വരുന്നുണ്ട്.